ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്ന് നിങ്ങൾ റീവാലേഷൻ്റെ പരിപാടികൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ രീതിയിൽ നിങ്ങൾ അടുത്ത പരിപാടി എന്താണ് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി നിങ്ങൾ പ്ലസ് വൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഇത്, ആ കോഴ്സിൻ്റെ ഓരോ കോഴ്സിനും ഒരുപാട് കോമ്പിനേഷൻ വരുന്നുണ്ട്. അതാണ് നിങ്ങൾ അടുത്തായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ വൃത്തിയിൽ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടുകൂടി കേൾക്കുക. കാരണം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് സമയം നമ്മൾ വരുന്ന അശ്രദ്ധ, മിസ്റ്റേക്ക് ഒക്കെ നമ്മുടെ അഡ്മിഷനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ SLC റിസൾട്ട് വന്നു, ഓക്കെ, ഒന്നാമത്തെ കാര്യം ടിക്ക് ചെയ്തു. രണ്ടാമത്തെ കാര്യം, റീവാലേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾ റീവാലേഷന് കൊടുത്തു, ഓക്കെ, അടുത്ത പ്രോസസ് റെഡി. ഇനി എന്താ അടുത്ത പ്രോസസ് നിങ്ങൾ പ്ലസ് വൺ എടുക്കേണ്ട കോഴ്സ് ഏത് എന്നതിനെ പറ്റി കൃത്യമായ ധാരണ, ഐഡിയ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇവിടെ നോക്കി ഞങ്ങൾക്ക് വേണ്ട നിലവിൽ എല്ലാ കോഴ്സിൻ്റെയും ലിസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാം ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ബയോളജി, മാത്സ്. അത് റൈറ്റ് സൈഡിൽ പ്രാക്ടിക്കൽ, അതായത് ലാബുകളാണ്. ഈ വൈ വരുന്നൊക്കെ ലാബുകളാണ്. അതായത് തുടക്കത്തിൽ പിന്നെ എവിടെ വരെടാ, ഈ 9 വരെയുള്ളത് ലാബ് എക്സാമോടുകൂടിയുള്ള എക്സാം. സയൻസ് കോമ്പിനേഷൻ ഞാൻ പറയാൻ വേണ്ടി പോകുന്നു കേട്ടോ. ആദ്യത്തെ കോഴ്സ് കോഡ് 1 മുതൽ 9 വരെ നിങ്ങൾക്ക് കോഴ്സ് കോഡായിരിക്കും നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കാണ്ടാവുക. അവിടെ എന്തുണ്ടായിരിക്കില്ല, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാണ്ടാവുക. കോഴ്സ് കോഡ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഓരോ കോഴ്സ് കോഡിലും ഉൾപ്പെടുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ നിങ്ങൾ അറിയണം. ഇപ്പോൾ സയൻസ് ആണ് പ്ലസ് വൺ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കോഡ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുക, കോഡായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്കൂൾ കോഡും കൊടുക്കും. ആ സ്കൂളിലുള്ള കോഡ് ഇങ്ങനെ ഉണ്ടാവും, 1, 2, 3. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ പ്രോസ്പെക്റ്റിനും അതിലൊക്കെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ കോഡുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കുക. ഒരു ബുക്കൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ കോഡ് 1 ആണെങ്കിൽ അത് നിങ്ങൾ ഏതെങ്കിലും സ്കൂളിലെ കോഡ് 1 എടുക്കാൻ പോകുന്നെങ്കിൽ അവിടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയ സബ്ജക്റ്റുകൾ അവിടെ ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, ബയോളജി ഉണ്ടാവും, മാത്സ് ഉണ്ടാവും. ഇതാണ് ഒരു നോർമൽ സയൻസ് കോമ്പിനേഷൻ. പിന്നെ കോഴ്സ് നിങ്ങൾ കോഡ് 2 ആണെങ്കിൽ ആ സ്കൂൾ നിങ്ങൾ പ്ലസ് വൺ പഠിക്കാൻ വേണ്ടിയ സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ് ആണ് അല്ലേ, സാധനം മാറി. ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇലക്ട്രോണിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. ഇവിടെ നിങ്ങളിപ്പം ആഫ്റ്റർ പ്ലസ് ടു ഒരു നീറ്റ് എക്സാം ഒക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രദ്ധിക്കുക. ബയോളജി ഇല്ലാത്തൊരു സബ്ജക്റ്റ് നിങ്ങൾ പ്ലസ് 1, പ്ലസ് 2 എടുത്താൽ നീറ്റ് എക്സാം എഴുതാൻ കഴിയില്ല. ബയോളജി മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആഫ്റ്റർ പ്ലസ് ടു MBBS ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏതാ എടുക്കേണ്ടത്, 1ഉം 2ഉം അല്ലേ. അതായത് ബയോളജി ഉള്ള കോമ്പിനേഷൻ നിങ്ങൾ, അതുപോലെ തന്നെ അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി ഉള്ളതുണ്ട്. അപ്പോൾ ബയോളജി കോമ്പിനേഷനാണ്. നിങ്ങൾ കറക്റ്റ് ആലോചിക്കുക, ബയോളജി ഞാൻ എടുക്കുന്ന സബ്ജക്റ്റിൽ ബയോളജി ഉണ്ടെങ്കിൽ നീറ്റ് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് ആ കാര്യങ്ങൾ നോക്കാം. ഇനി ഇനി ഒരു ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോമ്പിനേഷൻ ഹ്യൂമാനിറ്റീസിലുണ്ട്. ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു കോർ സബ്ജക്റ്റായി വരുന്ന 3 സബ്ജക്റ്റ്, ഒന്ന് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഇതാണ് ഒരു ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു കോർ സബ്ജക്റ്റായി വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ സാധിക്കും ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇവിടെ ജിയോഗ്രഫി ഉണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ സോഷ്യോളജിയാണ്. പിന്നെ ജിയോളജി, മ്യൂസിക്, ഗാന്ധിയൻ സ്റ്റഡി, ഫിലോസഫി, സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ പിന്നെ ഹിസ്റ്ററിക്ക് പകരം ഇസ്ലാമിക് ഹിസ്റ്ററികളുണ്ട്. ഇസ്ലാമിക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ, ജിയോഗ്രഫി ഉണ്ടായിരിക്കും. ഇസ്ലാമിക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഇങ്ങനെ 2 കോമ്പിനേഷൻ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്, പിന്നെ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, പിന്നെ ആന്ത്രപ്പോളജി, പിന്നെ ജോഗ്രഫി കോമ്പിനേഷൻ വരുന്നുണ്ട്. പൊളിറ്റിക്സ് സയൻസും ജോഗ്രഫി, അതാണ് ഇവിടെ കാര്യം നോക്കി നിങ്ങൾ, ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, മലയാളം ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി. അപ്പോൾ കണ്ടോ, ഇങ്ങനെയൊക്കെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾ കൊമേഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെ നിങ്ങളെ സബ്ജക്റ്റ് കോമ്പിനേഷൻ വരാൻ വേണ്ടി പോകുന്നത് പിന്നെ ഇവിടെ മുതലാണ് 36 മുതലാണ്. അതായത് എന്താണ് കൊമേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കൊമേഴ്സിൻ്റെ കോർ സബ്ജക്റ്റ് ആയിരിക്കും അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും. പിന്നെ ബാക്കി സബ്ജക്റ്റിൽ ചില എക്കണോമിക്സും ഉണ്ടാവും. ബാക്കി ഒരു സബ്ജക്റ്റ് എന്തുണ്ടാവും, മാറി വ്യത്യാസം വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ 36 നിങ്ങൾ സ്കൂൾ കോഡ് 36 എന്നൊരു കോഡുള്ള സ്കൂളാണെങ്കിൽ ആ സ്കൂളിൽ നിങ്ങൾ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസിയും എക്കണോമിക്സും മാത്തമാറ്റിക്സ് ഒക്കെ, മാത്സ് ഉണ്ട്, കുറച്ച് മാത്സ് അല്ലെങ്കിൽ മാത്സ് ഒരു സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. ഇനി അടുത്ത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, സ്റ്റാറ്റ് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലാബ് ഉണ്ടായിരിക്കും. അതാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ വൈ കാണാം നിങ്ങൾക്ക് അവിടെ. ഓക്കെ, ഇപ്പോൾ ഞാൻ പഠിച്ചത് കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള പിന്നെ കോമ്പിനേഷനാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ ശരിക്കും 10ാം ക്ലാസ് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ കുറേ കാര്യങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാണ്, കോഡുകൾ, പിന്നെ ഡെവലപ്മെൻറ്റിൻ്റെ കുറച്ച് പരിപാടികൾ, അതിൻ്റെയൊക്കെ ബേസിക് ആണെങ്കിൽ കൂടി കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. ഇനി അടുത്ത വീണ്ടും ഹ്യൂമാനിറ്റീസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇലക്ട്രോണിക് സിസ്റ്റം അടുത്തൊരു സയൻസ് കോമ്പിനേഷനാണ്.
പിന്നെ ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി മലയാളം, ഹിസ്റ്ററി എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് മലയാളം, ഹിസ്റ്ററി എക്കണോമിക്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, ജേർണലിസം, ഹിസ്റ്ററി എക്കണോമിക്സ്, സോഷ്യോളജി, ഹിന്ദി, അങ്ങനെ ഏകദേശം 46ഓളം വരുന്ന വെറൈറ്റി സബ്ജക്ട് കോമ്പിനേഷൻ +1 നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു PDF ലിങ്ക് താഴെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കുന്ന കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുക. നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കൃത്യമായി അറിയണം എന്താണ് ഞാൻ +1 പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്റ്റഡീസ് നിങ്ങൾ കറക്റ്റ് നടത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും പല സംശയങ്ങളുണ്ടായിരിക്കും +1മായി ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് സയൻസ് കിട്ടുമോ, കൊമേഴ്സ് കിട്ടുമോ, ഹ്യൂമാനിറ്റീസ് കിട്ടുമോ, അതുപോലെ തന്നെ എന്തൊക്കെയാണ്. അപ്പോൾ ഇതുമായി +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സംശയങ്ങളാണ് നിങ്ങൾക്കുള്ളത് താഴെ കമൻറ്റ് ബോക്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂൾ അഡ്മിഷൻ കയറ്റുന്നവരെ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും നിഹാൽ സാർ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് സമയത്ത് തെറ്റ് വരുത്തേത്, അതായത് കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ അവസാന സമയത്ത് കണ്ട ആൾക്കാർ പാരൻസ് ഇങ്ങനെ എടുത്തു നിഹാൽ സാറേ ഞാൻ അന്ന് വീഡിയോ തുടക്കത്തിൽ കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് പല തെറ്റുകളും സംഭവിച്ചത്. അപ്പോൾ അത്തരം തെറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ കറക്റ്റ് കാര്യങ്ങൾ കേട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും വരാതെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ സബ്ജക്ട് കോമ്പിനേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ അതിൽ ഏതാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഐഡിയ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടട്ടെ. അഡ്മിഷൻ പ്രോസസ്സൊക്കെ തുടങ്ങുന്നുള്ളൂ, പക്ഷേ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഐഡിയ നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.